297 ഗോത്രബന്ധു അധ്യാപകരെ പിരിച്ചുവിട്ട UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗോത്രബന്ധു അധ്യാപകർ വയനാട്ടിൽ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നാണ് അധ്യാപകരെ പിരിച്ചുവിട്ടത്. ഇതോടെ വയനാട് ജില്ലയിൽ മാത്രം 241 ഗോത്രബന്ധു അധ്യാപകരെയാണ് ജോലി നഷ്ടമായത്. ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനും പഠന പിന്തുണ നൽകാനും ഇടതുപക്ഷ സർക്കാർ നിയമിച്ച 297 ഗോത്രബന്ധു അധ്യാപകരെയാണ് UDF സർക്കാർ പിരിച്ചുവിട്ടത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഗോത്ര വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കാനും പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിപ്പിക്കാനും പൂർണ്ണസമയം വിനിയോഗിച്ചവരെയാണ് ഈ അധ്യയന വർഷം ജോലിയിൽ പ്രവേശിപ്പിക്കേണ്ടെന്ന പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ITDC പ്രൊജക്ട് ഓഫീസർ പ്രധാന അധ്യാപകർക്ക് നൽകിയത്. ഇതോടെ വയനാട് ജില്ലയിൽ മാത്രം 241 ഗോത്രബന്ധു അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. പുനർനിയമനം നടത്തും വരെ സമരം ചെയ്യാനാണ് അധ്യാപകരുടെ തീരുമാനം. ഒരു ഉത്തരവോ ഒരു അറിയിപ്പോ ഒരു കാര്യവും ഇല്ലാതെ പുതുക്കിക്കൊണ്ടുവന്നിരുന്ന 9 വർഷമായി പുതുക്കിക്കൊണ്ടുവന്നിരുന്ന ഈ തസ്തികയെ 10ാം വർഷമായപ്പോഴത്തേക്കും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഏപ്രിൽ മെയും ഒരു വേതനം പോലും ഇല്ലാതെ വർക്ക് ചെയ്ത ഞങ്ങളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് ഈ അധ്യയന വർഷം നിങ്ങൾ തുടരേണ്ടതില്ല. വിദ്യാഭ്യാസ മേഖലയിലെ ശരിക്കും സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ പിന്നോക്കം കുട്ടികൾ വീട്ടിലേക്ക് പോകണം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇനി നാളെ മുതൽ ഇതിലൊരു തീരുമാനം ആയില്ല എങ്കിൽ ഞങ്ങൾ രാപ്പകൽ നിരാഹാര സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിരുത്തും. 2 മാസം പ്രായമായ കുഞ്ഞുമായാണ് വിദ്യ കലക്ട്രേറ്റിലെ സമരത്തിൽ പങ്കാളിയായത്. സമരത്തിന് വന്ന ഞങ്ങളുടെ ജീവിത മാർഗമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി വേണം. അപ്പോൾ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ നമുക്കൊരു ജീവിതമാർഗം തന്നെ നഷ്ടപ്പെട്ട പോലെയല്ലേ. ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു നിയമനം പാടില്ല. ഗോത്രബന്ധു അധ്യാപകരുടെ കലക്ട്രേറ്റ് മാർച്ച് അധ്യാപിക മഞ്ജു ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ നഷ്ടപ്പെട്ട് സമരം ചെയ്യുന്ന അധ്യാപകർക്ക് പിന്തുണയുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി K റഫീഖ് എന്നിവർ സമരമുഖത്തെത്തി. കൈരളി ന്യൂസ്, വയനാട്.